ഹലോ, തൃശ്ശൂർ ഫുഡ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് റവ ബോംബ്. അപ്പോൾ ഞാൻ വാവയ്ക്ക് എന്ത് ടിഫിനിൽ കൊടുത്തയക്കും എന്നിങ്ങനെ അമ്മോട് പറഞ്ഞിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല എത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് റവ, 1 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളം. അത് റവ എന്തോരം സോക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്കതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ റവയും പാലും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ അതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്, ഒരിക്കലും മിക്സിയിൽ അടിക്കരുത് കേട്ടോ. ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായയുടെ കുരു, അത് മാത്രം ഇടാമോ, ഒന്നും നമ്മൾ മിക്സിയിൽ അടിക്കാനേ പാടില്ല. പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള പഞ്ചസാര, തൈര്, കുറച്ച് ഉപ്പ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര 1/4 കപ്പും തൈര് 1/4 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും. അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാവും. അപ്പം നമുക്കൊരു ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഞാനൊരു 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരില്ല. കൺസിസ്റ്റൻസിക്കും അതിൻ്റെ ഒരു ടെക്സ്ചറിനും ഒന്നും വ്യത്യാസം വരില്ല. പക്ഷേ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് കുറച്ച് വ്യത്യാസം തോന്നും. ഒരു ½ ആൻ അവർ നമ്മൾ ഈ മിക്സ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പമുള്ള റവ ബോംബുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എനിക്ക് ടിഫിൻ പാക്ക് ചെയ്യേണ്ട കാരണം അധികം വെക്കാനായിട്ട് ടൈം കിട്ടിയില്ല. വെച്ചാൽ ബെസ്റ്റായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കുഴിയപ്പച്ചട്ടി എടുത്ത് അതിലോട്ട് ഓരോ ഇതിലോട്ടും കുഴിയിലോട്ടും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം സൈഡിലത്തെ കുഴികളിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫ്ലോയി കൺസിസ്റ്റൻസിയാണ് ബെറ്റർ. കുറച്ചുകൂടി തിക്കായാലും കുഴപ്പമില്ല, ഈ ഒരു ഫ്ലോയി കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമില്ല. കുറേ അധികം തിക്കാവണ്ട, അപ്പോൾ ഉള്ളു വേവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഓരോ കുഴിയിലോട്ടും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. പുറത്ത് വീണതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതൊന്ന് മറച്ചിടാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ കുഴിയപ്പച്ചട്ടി അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും, നെയ്യുടെ അളവനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം മറിച്ചിട്ടപ്പോൾ അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റവ ബോംബ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ഷീരയില്ലേ, റവ കൊണ്ട് ക്ഷീര, കേസരി, അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്കതൊന്ന് ഫീൽ ചെയ്തത്. അത് ഇത്തിരി ബോളാക്കി വറുത്തെടുക്കുന്ന ഒരു ഫീല്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. പുറത്തുനിന്ന് ഭയങ്കര ക്രിസ്പിയും ഉള്ളിലിങ്ങനെ സ്പോഞ്ച് പോലെയായിരുന്നു. എൻ്റെ വാവ അടിപൊളിയായിട്ട് കഴിച്ചു. ടിഫിൻ കാലിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.